എന്നിട്ട് മൂപ്പര് അതിനെ നമ്മളെ ചോദ്യം ചെയ്യാൻ വേണ്ടിച്ചു. അതിന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹിനോ അല്ലെങ്കിൽ അൽ ഇമാം എന്നൊക്കെ ചേർത്ത് പറഞ്ഞിട്ട് എന്തിനാണ് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പുതിയൊരു പരിപാടി തുടങ്ങി? ഇവരൊക്കെ വലിയ മഹാന്മാരാണെന്ന് വരുത്തിയിട്ട് സാധാരണക്കാരായ ആളുകളുടെ അവർക്കൊക്കെ വിവരം ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ അവർ സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമിങ്ങളാണെന്ന് വരുത്തി തീർത്തിട്ട് എന്തിനാണ് നിങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത്, ഭിന്നിപ്പുണ്ടാക്കുന്നത് എന്ന് ചോദിക്കുമ്പോ മൂപ്പരെ മറുപടി മർക്കസു സഖാഫത്തി സുന്നിയൊക്കെ തറക്കല്ലിട്ട ആളാണ് ആര്? മുഹമ്മദ് അലവി മാലിക്കി. ആ മുഹമ്മദ് അലവി മാലിക്കിയുടെ മഫാഹിമു യജിബു അൻ തുസഹഹ എന്ന ഈ കിതാബില് മൂപ്പര് ശൈഖുൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റഹിമഹുല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞാൻ ഇതിനെ സംബന്ധിച്ച് മുമ്പ് വളരെ വിശദമായി ഇദ്ദേഹം ഈ പറയുന്ന അതേ വാദം ആലുന്തറ ശൈഖ് എന്ന് പറഞ്ഞ ശൈഖിന്റെ ശിഷ്യൻ പ്രസംഗിച്ചപ്പോൾ ഞാൻ അതിനെ സംബന്ധിച്ച് വിശദമായി അന്ന് ഇത് നോക്കി വായിച്ച് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. ഒറ്റ വാക്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് ബഹുമാനപ്പെട്ടവർ അതിനെ സംബന്ധിച്ച് ഈ കിതാബിനെ സംബന്ധിച്ച് ആദ്യം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ചില വാചകങ്ങൾ ഇതിൽ വരും എന്നതിന് പ്രത്യേകം ബഹുമാനപ്പെട്ടവർ കാരണം ബോധിപ്പിക്കുന്നുണ്ട്. അതിനെന്താ പറഞ്ഞെന്നറിയോ? ഇതൊരു സാധാരണ ഗ്രന്ഥമല്ല. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളും കൂടി അവരെ കൊണ്ടും കൂടി വായിപ്പിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ഒരു ഹിക്മത്തിലൂടെ എഴുതിയ ഒരു ഗ്രന്ഥമാണിത് എന്ന് പ്രത്യേകം മഹാനവറുകൾ തുടക്കത്തിൽ പറയുന്നുണ്ട്. എത്രത്തോളം എന്നറിയോ? വദാലിക അന്നഹു അഅത സിഖത ലിൽ മുആനിദി ലിയതഖദ്ദമ വയതകല്ലമ ويحس بنفسه وبموقعه وبأنه كائن حي له عقله فلا بد أن يعقل وله فهمه فلا بد أن يفهم وبعد هذا التعقل والتفهم لا بد أن نسمع منه ثمرة عقله وثمرة فهمه فقال تعالى وإنا أو إياكم لعلى هدى أو في ضلال مبين. ഖുർആനിൽ നിങ്ങൾ ഒരായത്ത് കണ്ടില്ലേ? ആ ആയത്തിൽ എന്താ പറയുന്നത്? നമ്മള് അല്ലെങ്കിൽ നിങ്ങള് സന്മാർഗത്തിലാണ് അല്ലെങ്കിൽ പിഴവിലാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സംശയം നമ്മൾ ഹിദായത്തിലും മറ്റൊരു ദലാലത്തിലാണെന്ന് ഉറപ്പല്ലേ? പിന്നെ എന്തിനാ ഇങ്ങനെ പറഞ്ഞത്? ഇങ്ങനെ പറഞ്ഞതിന് ഒരു സൂത്രമുണ്ട്. അദ്ദേഹം പറയാണ് ഹഖദാ അമറല്ലാഹു തആല നബിയഹു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ أن يقول للمشركين المبطلين الضالين الذين لا دين لهم صحيح ولا عقيدة معتبرة عند الجدال والمناقشة. ഒരു ദീനമില്ലാത്ത, ഒരു വിശ്വാസവുമില്ലാത്ത, ഒരടിസ്ഥാനവുമില്ലാത്ത മുശ്രിക്കീങ്ങളോട് ഈ നിലക്ക് പറയാൻ നബിയോട് അല്ലാഹു കൽപ്പിച്ചില്ലേ? ഇൻദൽ ജിദാലി വൽ മുനാഖശ, പരസ്പരം സംവാദം നടത്തുമ്പോ ഇമ്മാ അൻ നകൂന അന അലാ ഹുദൻ ഔ അൻതും വ ഇമ്മാ അൻ നകൂന അലാ ളലാലിൻ ഔ അൻതും. അതെ, ഒന്നുകിൽ ഞാൻ വഴികേടിലാണ് അല്ലെങ്കിൽ സന്മാർഗത്തിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ വഴികേടിലാണ് സന്മാർഗത്തിലാണ്. ഇത് സംവാദ സമയത്ത് അവരുടെ മനസ്സ് പിടിക്കാൻ വേണ്ടി പറയുന്ന വാചകമാണ്. വമിൻ ഹാദൽ മുൻദലഖി ഉഖദ്ദിമു ഹാദിഹിൽ മഫാഹീമ അൻ ബഅദിൽ ഖളായൽ ഇസ്ലാമിയ്യത്തിൽ മുഖ്തലഫി ഫീഹാ ബൈനൽ ഉലമാഇ വല്ലതി ലാ യസ്തതിഉ അഹദുൻ അൻ യഖൂല ഇന്നഹു ഇത്തഫഖത് അറാഉൽ ഉലമാഇ ഫീഹാ അലാ കലിമത്തിൻ വാഹിദ. ഇന്നുള്ള പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരെല്ലാവരും യോജിച്ചു എന്നൊരഭിപ്രായം വരാത്ത പണ്ഡിതന്മാരെന്ന പേരിൽ പ്രവർത്തിക്കുന്ന പലരും ഭിന്നത പ്രകടിപ്പിച്ചിട്ടുള്ള ഈ ചില ഇസ്ലാമികമായ വിഷയങ്ങളിൽ ഞാൻ ഈ മഫാഹിം എന്ന ഗ്രന്ഥത്തെ ഈ ശൈലിയിലാണ് നിങ്ങൾക്ക് അവതരിപ്പിച്ചു തരുന്നത്. കാരണം പിഴച്ചുപോയ ആളുകളും കൂടി അടുത്തു വന്ന് ഇതൊന്ന് ശ്രദ്ധിക്കാനും ഇതൊന്ന് മനസ്സിലാക്കാനുമാണെന്ന് അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മളെ ഇമാമിങ്ങളെയും പണ്ഡിതന്മാരൊക്കെ പറയുമ്പോ ഇമാമ് ശൈഖുൽ ഇസ്ലാം എന്നൊക്കെ കൂട്ടി പറഞ്ഞു. അതേ സമയത്ത് അവരത് പറയുമ്പോ ഒന്നും പറയാതിരിക്കുമ്പോ ഇതെന്ത് ഞങ്ങളാളുകളൊന്നും തീരെ നിസ്സാരപ്പെടുത്തുകയാണല്ലോ എന്ന നിലക്ക് പുത്തൻവാദികള് ഇത് വായിക്കാതെയായി പോകുന്ന ഒരു ചുറ്റുപാടുണ്ടാകരുത് എന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്തതാണ്.
അവരത് ഗ്രഹിക്കാൻ വേണ്ടി ഒരു മസ്ലഹത്തിന് വേണ്ടി ചെയ്തതാണ്. അത് ബഹുമാനപ്പെട്ടവർ തുടക്കത്തിൽ ഈ കിതാബിന്റെ 29ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ മുമ്പ് വളരെ വിശദമായി സംസാരിച്ചതാണ്. പക്ഷെ കക്കാട് പോട്ടെ സ്വന്തം ഒന്നും മനസ്സിലാക്കിയില്ലെങ്കിലും ഈ ഗ്രന്ഥം അദ്ദേഹം ഇത് കണ്ടിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇയാൾക്ക് ഇതയാൾ കാണാത്തോണ്ടാ. പക്ഷെ അയാൾ മൂടിയൊക്കെയാണ്. അയാൾക്ക് ഒരു പുതിയ ആചാരം ഉണ്ടാക്കാൻ വേണ്ടി മൂടിയൊക്കെയാണ്. അയാൾ കാണായിട്ടാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അയാൾ മൂടി വെക്കുകയാണ്. അല്ലേ മനസ്സിലാഞ്ഞിട്ടോന്ന് അല്ലാഹുതആല നന്നാകട്ടെ. ഇനി ഇതിൽ തന്നെ അദ്ദേഹം എല്ലാരെ പറ്റിയും പറയുന്നുണ്ട്. സലഫിയത്തിനെ പറ്റി നന്നായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫൽനത്റുകുൽ ജിദാല ലി ശൈഖുൽ ഇസ്ലാം, നമ്മൾ തർക്കം അവിടെ വെച്ചിട്ട് ശൈഖുൽ ഇസ്ലാമിനെ വിടുക, മൂപ്പര് പറയട്ടെ എന്ന് പറഞ്ഞ് മൂപ്പര് വിഷയം പറയുന്നുണ്ട്. അപ്പൊ എന്നിട്ട് ഇബ്നു തൈമിയ്യയെ ഉദ്ധരിക്കാൻ. അപ്പൊ അങ്ങനെ ഒരു ശൈലിയാണ് ഈ പുസ്തകത്തിന്റെ ശൈലി. അല്ലാതെ അദ്ദേഹം ബഹുമാനാദരവോടെ വലിയ ഇമാമാണ്, നിങ്ങളൊക്കെ ഇബ്നു തൈമിയ്യ പറയും പോലെ ജീവിക്കണം എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞതല്ല. കക്കാടും കക്കാടിനെ പോലത്തെ ചിലരും ചോദിക്കുക, ഈ ആളല്ലേ നിങ്ങളെ ഇതിന് തർക്കല്ലിട്ട് മർക്കസിന് ആ തർക്കല്ല് പൊളിക്കണ്ടേ? ആ തർക്കല്ല് പൊളിക്കണ്ട. പിന്നെ ഉള്ള ബുദ്ധി കൊണ്ട് ഒന്ന് ചിന്തിച്ചിട്ട് ഉള്ള കണ്ണുകൊണ്ട് ഇതൊന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ മതി. മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മളോട് ആരോടൊന്ന് ചോദിച്ചാൽ മതി. തർക്കല്ലൊന്നും പൊളിക്കേണ്ടിയില്ല. അത് ചോദിച്ചു പഠിച്ചാൽ മതി. എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ. പഴയ കാലത്ത് ഇബ്നു തൈമിയ്യയുടെ പേര് അദ്ദേഹം ഇതേ പ്രസംഗത്തിൽ പറയുന്നു. ഇബ്നുൽ ഖയ്യിമിന്റെ പേര് പറയുന്നു. ഇമാം എന്ന് കൂട്ടുന്നുണ്ടോ നോക്കിക്കോളി. ശൈഖുൽ ഇസ്ലാം എന്നുള്ളത് വാസ്തവം പറഞ്ഞാല് അതങ്ങ് കൂട്ടിയാൽ തന്നെ ശൈഖുൽ ഇസ്ലാം എന്ന് പറയുന്നുണ്ടല്ലോ, അത് ശൈഖുൻ ഫിൽ ഇസ്ലാം എന്നാണ് അതിന്റെ അർത്ഥം എന്ന് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത്. ഇസ്ലാമിലുള്ള ഒരു മൗലവി എന്നാണ്, ഒരു ഗുരുനാഥൻ എന്നാണ് അതിന്റെ അർത്ഥം ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഒരാൾ